നമസ്കാരം. മലയാളത്തിലെ ചാനലുകൾ ഓൺ ചെയ്താൽ സത്യം പറഞ്ഞാൽ ഇത് എന്താണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള നെറികെട്ട റിപ്പോർട്ടിംഗാണ് ഈ മാധ്യമങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസൊക്കെ മറ്റൊരു വഴിക്ക് പോയി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണിപ്പോൾ എല്ലാ ചാനലുകളിലും, ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മുൻനിര ചാനലുകളിൽ പോലും കത്തി നിൽക്കുന്നത്. SITയും മറ്റും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗമിച്ചുകൊണ്ട് മറ്റൊരു സംഘം യാത്ര ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയ്ക്കടുത്തുള്ള സുള്ളിയിലാണ് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങും. ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമേ ഈ മാധ്യമങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തെ വളരെ വിദഗ്ധമായി കബളിപ്പിക്കുന്നതെന്ന്. ഉദാഹരണത്തിന്, ഇന്നലെ അടച്ചിട്ട മുറിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയുടെ വാദം തിരുവനന്തപുരം കോടതിയിൽ നടക്കുന്നത്. പക്ഷേ ആ അടച്ചിട്ട മുറിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അവിടെ നടക്കുന്നത് എന്താണ് എന്ന് സ്ക്രോളിംഗായും അതുപോലെ റിപ്പോർട്ടിംഗായും ഒക്കെ പുറത്തു വന്നു. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവരൊക്കെ ഊഹിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാഹുലിനെതിരെയുള്ള ഈ ഒരു ഓട്ടം. രാഹുൽ എല്ലാ ശ്രദ്ധയും, പൊതുജനങ്ങളുടെ എല്ലാ ശ്രദ്ധയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സമർത്ഥമായ ഒരു അജണ്ടയാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് 1,10,00,000 രൂപ മുടക്കി വാഹനം വാങ്ങിയത്, അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ CPM-കാർ കാണിക്കുന്ന നെറികേടുകൾ, അതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അതിൻ്റെ പിന്നിലുള്ള പല കാര്യങ്ങളും, ഇതൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു വ്യക്തിക്ക് പിറകെ ഈ മാധ്യമങ്ങൾ പായുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. കേരളത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലൈംഗിക പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനം ഒരുപക്ഷെ കേരളമായിരിക്കും. നിരവധി പീഡനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടേതായി ഉയർന്നു വന്നിരിക്കുന്നത്, അതൊരു നേതാവിൻ്റെയോ MLA-യുടേതോ ആകട്ടെ, ഒരു ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ നേർക്ക് ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗികാരോപണങ്ങളെ എന്തോ വലിയൊരു സംഭവമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ മാധ്യമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വളരെ ഊഹിച്ചാണ് ഇവർ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഏത് ചാനൽ വെച്ച് കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും. മുഖ്യമന്ത്രി 1,10,00,000 രൂപ മുടക്കി മുഖ്യമന്ത്രിക്ക് ഒരു വാഹനം വാങ്ങി. ഈ വാഹനം വാങ്ങുന്നത് എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല? കാരണം ഒരു 6 മാസം കഴിഞ്ഞ 2022-ലാണ് മുഖ്യമന്ത്രിക്ക് 33,33,000 രൂപ മുടക്കി ഒരു കിയ കാർണിവൽ വാങ്ങുന്നത്. ആ വാഹനം എത്ര കിലോമീറ്ററാണ് ഓടിയത്? കാരണം 2022-ന് ശേഷം മുഖ്യമന്ത്രി കൂടുതൽ സമയവും വിദേശത്തൊക്കെയായിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ കിയ കാർണിവൽ എത്ര കിലോമീറ്റർ ആയിരിക്കാം ഓടിയിട്ടുണ്ടാവുക? അതുപോലെ തന്നെയാണ് കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടൊരു പോലീസിൻ്റെ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് കൊണ്ടിട്ടിരിക്കുന്നത്. 85 ലക്ഷം രൂപയാണ് പ്രതിമാസം ആ ഹെലികോപ്റ്ററിന് വാടക ഇനത്തിൽ പവൻ ഹംസ് ഏവിയേഷൻ കമ്പനിക്ക് കൊടുക്കുന്നത്. അതേക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഇതൊക്കെ ചർച്ച ചെയ്താൽ ഇതൊക്കെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM-നെതിരായി തിരിച്ചടിക്കും. ഈ ബോധമുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളൊക്കെ ആ രീതിയിൽ ഇത്തരം വാർത്തകളൊക്കെ ജനങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാത്തത്. ഓർമ്മിപ്പിക്കുന്ന ഓൺലൈൻ ചാനലുകളെയാകട്ടെ പോലീസും അതുപോലെ സൈബർ ഗുണ്ടകളും എല്ലാവരും ചേർന്ന് ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാം, അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടട്ടെ, അതൊക്കെ ഒരു ഭാഗം. അത് ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു വിഷയമല്ല. പൊതുസമൂഹത്തെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ വിഷയം എങ്ങനെയാണ് പൊതുസമൂഹത്തെ ബാധിക്കുന്നത്? അത് ആ പെൺകുട്ടിയുടെയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അയാളൊരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് എന്നു കരുതി ഇത് കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമല്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് ഒരാഴ്ച പോലും ഇല്ല. അപ്പോൾ ഈ കഴിഞ്ഞ 9.5 കൊല്ലമായി പിണറായി വിജയൻ്റെ സർക്കാർ ഈ പൊതുജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച നികുതികളും അവർ ചെയ്ത അഴിമതികളും ഒക്കെ ജനങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചാൽ അത് CPM-ന് തിരിച്ചടിയാകുമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളൊന്നും ഇവർ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കട്ടിലിൻ്റെ കീഴെ കിടന്ന് കറങ്ങുന്നത്. കാരണം എന്തെല്ലാം വിഷയങ്ങൾ പറയാനുണ്ട്. മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ, തൊഴിലാളി ക്ഷേമ പെൻഷനുകൾ, അതുപോലെ മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയ വിദേശയാത്രകൾ, പല വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ? അതുപോലെ നെതർലാൻഡ്സിൽ പോയിട്ട് റൂം ഫോർ റിവർ പദ്ധതി പഠിച്ചു. ഇവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണെന്ന് പറഞ്ഞത്. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കി.
85 ലക്ഷം രൂപ മുടക്കി വാടക ഹെലികോപ്റ്റർ എടുത്തപ്പോൾ വെറുതെ ഇട്ടിരിക്കുന്നു. ആകെ 4-5 തവണയാണ് ഈ ഒരു 1-2 കൊല്ലത്തിനിടയിൽ ഈ ഹെലികോപ്റ്റർ പറന്നിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 22.5 കോടി രൂപയാണ് ഒരു ഹെലികോപ്റ്ററിന് വേണ്ടി ചിലവാക്കിയത്. അതും വെറും 5 തവണ പറന്നതിന്റെ പേരിൽ. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ്, SFIO രജിസ്റ്റർ ചെയ്ത കേസും അത് കോടതി പരിഗണിക്കുന്നതും, ലാവ്ലിൻ കേസ്, അതുപോലെ എത്രയോ ഈ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഇത്തരം വിഷയങ്ങൾ ഉള്ളപ്പോഴാണ് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മൂന്നാം കിട ലൈംഗിക പീഡന ആരോപണ കേസിന്റെ പിന്നാലെ മാധ്യമങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. എത്രയോ അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2021 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി അദ്ദേഹത്തെയും ഭാര്യയെയും ചെറുമകനെയും മകളെയും ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തെ എന്തോ വലിയൊരു മഹത്വവൽക്കരിച്ച് വിഗ്രഹവൽക്കരിച്ചാണ് അദ്ദേഹത്തെ കാണിച്ചത്. തീർച്ചയായും ആ ഒരു ഇന്റർവ്യൂ വലിയൊരു സ്വാധീനം ചെലുത്തി. പൊതുജനങ്ങളുടെ ഇടയിൽ കുറേ പേരുടെ ഇടയിലെങ്കിലും ഒരു സ്വാധീനം ചെലുത്തി. അതാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരണയുടെ ബുദ്ധിയുള്ളവരാണ്. പഴയതെല്ലാം അവർ മറന്നുപോകും. അത്രയ്ക്ക് മറവിയുള്ളവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ ചെയ്യുന്നത് സർക്കാരിൻ്റെ അഴിമതികളെയൊക്കെ മൂടി വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മൂന്നാം കൂടെ ലൈംഗിക പീഡന ആരോപണ കേസിൻ്റെ പിന്നാലെ പോയി വീണ്ടും ഒരിക്കൽ കൂടി സർക്കാരിനെ ഈ CPM LDF അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമാണ് അവരുടെ ഒരു രീതിയാണ്. ഈ CPM എങ്ങനെയും അധികാരത്തിൽ വന്നേ പറ്റൂ. പക്ഷേ അതിനുവേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളെ കരുവാക്കുകയാണ്. ഈ മാധ്യമങ്ങൾ എന്തിനു വേണ്ടിയായിട്ടാണെങ്കിലും അതിന് നിന്നു കൊടുക്കുകയാണ്. ഇത് തിരിച്ചറിയേണ്ടത് പൊതുസമൂഹമാണ്. കാരണം ഈ തിരിച്ചറിവ് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണം.